വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. LIC ഈയിടെ പുതിയതായിട്ട് ഇറക്കിയ 2 ടേം ഇൻഷുറൻസ് പ്ലാനുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയുടെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പ്ലാൻ ആയിട്ടുള്ള യുവ ടേം എന്ന് പറയുന്ന ഒരു പ്ലാനാണ് ആദ്യത്തെ വീഡിയോയുടെ അകത്ത് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള ഈ ഇൻഷുറൻസ് പ്ലാനിന്റെ നമ്പർ 875 ആണ് ടേബിളിലെ നമ്പർ. ഈ ഒന്ന് ഈ പോളിസിയെ നമ്മളൊന്ന് ബ്രീഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോൺ പാർ നോൺ ലിങ്ക്ഡ് ലൈഫ് ഇൻഡിവിജ്വൽ പ്യൂർ റിസ്ക് പ്ലാൻ. നമുക്കറിയാം ഇതൊരു ടേം ഇൻഷുറൻസ് പ്ലാൻ ആണ്. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. LICയുടെ ബോണസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതും ഷെയർ മാർക്കറ്റായിട്ട് ബന്ധമില്ലാത്തതുമായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് ടേം പ്ലാൻ ആണ് ഈ യുവ ടേം എന്നുള്ള ഈ ഒരു ഇൻഷുറൻസ് പ്ലാൻ. ഇനി അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുക. എസ്പെഷ്യലി ഇതൊരു യൂത്തിനെ ഉന്നം വെച്ചുകൊണ്ടാണ് LIC ഒരു പ്ലാൻ ഇറക്കിയിരിക്കുന്നത്. ഇതിനകത്ത് 2 രീതിയിൽ 2 ഓപ്ഷൻ നമുക്ക് ഡെത്ത് ബെനിഫിറ്റ് ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ടോന്ന്. ലെവൽ സം അഷ്വേർഡ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻക്രീസിങ് സം അഷ്വേർഡ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ലെവൽ സം അഷ്വേർഡിനകത്ത് നമ്മുടെ കവറേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇൻക്രീസിങ് സം അഷ്വേർഡിനകത്ത് നമ്മുടെ കവറേജ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹൈ സം അഷ്വേർഡ് റിബേറ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് 50 ലക്ഷം മുതൽ 5 കോടി വരെയാണ് ഇതിനകത്ത് നമുക്ക് കവറേജ് എടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ 5 കോടി അതിന് മുകളിലാണെങ്കിൽ 40% വരെയാണ് നമുക്ക് ഹൈ സം അഷ്വേർഡ് റിബേറ്റ് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രീമിയം റേറ്റ്സ് വരുന്നത് സ്മോക്കറിനും നോൺ സ്മോക്കറിനും 2 രീതിയിലുള്ള പ്രീമിയം റേറ്റ്സ് ആണ് നമുക്ക് ഇവിടെ വരിക. സ്മോക്കിംഗ് ഉള്ള ആളാണെങ്കിൽ സ്മോക്കർ റേറ്റും, സ്മോക്കിംഗ് ഇല്ലാത്ത ആളുകൾക്ക് നോൺ സ്മോക്കർ റേറ്റും ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ പ്രീമിയം രണ്ട് ആളുകൾക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രീമിയം പേയ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് ഈ പ്ലാനിനകത്ത് അവൈലബിൾ ആണ്. ഇനി ഇതിന്റെ എലിജിബിലിറ്റിയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ മിനിമം എൻട്രി ഏജ് എന്നുള്ളത് 18 വയസ്സാണ്. 18 വയസ്സ് മുതൽ 45 വയസ്സാണ് മാക്സിമം ഏജ് എൻട്രി എന്നുള്ളത്. അപ്പൊ 18നും 45നും ഇടയിലുള്ള ആളുകൾക്ക് മാത്രമേ ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരമുള്ളൂ. ഇതിന്റെ മിനിമം മെച്യൂരിറ്റി ഏജ് എന്നുള്ളത് 33 വയസ്സും മാക്സിമം 75 വയസ്സുമാണ് ഇതിന്റെ മാക്സിമം മെച്യൂരിറ്റി ഏജ് വരുന്നത്. അപ്പൊ ഇതിന്റെ ടേം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 15 വർഷം മുതൽ 40 വർഷം വരെയുള്ള ടേം ആണ് നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിന്റെ മിനിമം ബേസിക് സം അഷ്വേർഡ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 50 ലക്ഷം രൂപയാണ്. മാക്സിമം നമ്മുടെ ബേസിക് സം അഷ്വേർഡ് വരുന്നത് 5 കോടിയാണ്. ഈ 5 കോടിക്ക് മുകളിലും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അത് നമ്മുടെ LICയിലെ അധികാരികൾക്ക് അതിന് ആനുപാതികമായിട്ട് അവരുടെയാണ് അത് ഫൈനൽ ഡിസിഷൻ വരിക. 5 കോടിക്ക് മുകളിൽ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിന്റെ മിനിമം പ്രീമിയം ക്രൈറ്റീരിയ വരുന്നത് ഇതിൽ 3 രീതിയിൽ നമുക്ക് പ്രീമിയം അടയ്ക്കാം. ഒന്നുകിൽ സിംഗിൾ പ്രീമിയം ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ റെഗുലർ പ്രീമിയം ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം ആയിട്ട് അടയ്ക്കാം. അതിൽ റെഗുലർ, ലിമിറ്റഡ് ഈ 2 ഓപ്ഷനകത്ത് നമുക്ക് മിനിമം നമ്മുടെ പ്രീമിയം എന്നുള്ളത് 3000 രൂപയിൽ താഴരുത് എന്നുള്ളൊരു നിബന്ധനയുണ്ട്. അതുപോലെ സിംഗിൾ പ്രീമിയം ആയിട്ടാണ് അടയ്ക്കണമെങ്കിൽ മിനിമം 30,000 രൂപ വേണമെന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ഇതിന്റെ പ്രീമിയം പേയ്മെന്റ് മോഡ് നമുക്ക് കിട്ടുന്നത് സിംഗിൾ പ്രീമിയത്തിനകത്ത് പിന്നെ സിംഗിൾ ഒറ്റ തവണ വരുന്നുള്ളൂ. റെഗുലർ ആൻഡ് ലിമിറ്റഡ് പ്രീമിയത്തിനകത്ത് നമുക്ക് ഇയർലിയും ഹാഫ് ഇയർലി മോഡ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ. മറ്റ് നമ്മുടെ മന്ത്ലി, ക്വാർട്ടർലി മോഡ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഇനി ഇതിന്റെ പോളിസി ടേമിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ നമുക്ക് സിംഗിൾ പ്രീമിയം ആയിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ റെഗുലർ, അല്ലെങ്കിൽ ലിമിറ്റഡ്. അങ്ങനെ 3 രീതിയിൽ നമുക്ക് പ്രീമിയം അടയ്ക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. സിംഗിൾ പ്രീമിയം ആയിട്ട് അടയ്ക്കുകയാണെങ്കിലും റെഗുലർ പ്രീമിയം ആയിട്ട് അടയ്ക്കുകയാണെങ്കിലും നമുക്ക് പോളിസി ടേം സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 15 മുതൽ 40 വർഷം വരെയാണ്. ലിമിറ്റഡ് പ്രീമിയത്തിനകത്ത് 10 വർഷവും 15 വർഷമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ 10 വർഷത്തിലും ഇതുപോലെ 15 മുതൽ 40 വർഷം വരെ നമുക്ക് ടേം സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. 15 വർഷം ലിമിറ്റഡ് പ്രീമിയം നമ്മൾ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് 20 മുതൽ 40 വർഷം വരെയാണ് ടേം സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 15 വർഷം ടേം അവിടെ കിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പോളിസി ടേം സെലക്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് കിട്ടുക. ഇനി ഇതിന്റെ സം അഷ്വേർഡ് എങ്ങനെയാണ് കൂടുതൽ എടുക്കുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുക. മിനിമം മാക്സിമം സം അഷ്വേർഡ് ഞാൻ ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി 50 ലക്ഷം മുതൽ 75 ലക്ഷം വരെ നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ ഓരോ ലക്ഷം മൾട്ടിപ്പിൾസ് ആയിട്ടാണ്. അതായത് 50 കഴിഞ്ഞ് 51, 52 അങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റുക.
75 ലക്ഷം മുതൽ 1.5 കോടി വരെയാണ് നമ്മൾ കവറേജ് എടുക്കുന്നത്. ഇതിന്റെ ഉള്ളിലുള്ള ഒരു സംഖ്യയാണ് കവറേജ് എടുക്കണമെങ്കിൽ പിന്നെ 25 ലക്ഷത്തിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് പിന്നീട് കൂട്ടിയെടുക്കാനായിട്ട് പറ്റുക. അപ്പൊ 75 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1 കോടിയാണ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ 1,25,00,000, പിന്നെ 1,50,00,000 അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ 1.5 കോടിക്ക് മുകളിലാണെങ്കിൽ പിന്നെ 50 ലക്ഷത്തിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരിക. 4 കോടിക്ക് മുകളിലാണെങ്കിൽ 1 കോടിയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമുക്ക് ഇവിടെ സം അഷ്വേർഡ് കൂട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഡെത്ത് ബെനിഫിറ്റ് എന്നുള്ളത്. കാരണം ഇതൊരു ടേം പ്ലാൻ ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലാത്തടത്തോളം നമുക്ക് യാതൊരു ബെനിഫിറ്റും ഈ ഒരു പ്ലാനിനകത്ത് നിന്ന് നമുക്ക് കിട്ടില്ല. അപ്പൊ ഈ ഡെത്ത് വരുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് സിംഗിൾ പ്രീമിയം ആയിട്ടും എടുക്കാം, റെഗുലർ ആയിട്ടോ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടും എടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പൊ അണ്ടർ റെഗുലർ പ്രീമിയം ഓർ ലിമിറ്റഡ് പ്രീമിയം അതിനകത്ത് നമുക്കൊരു ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്നത് ഒന്നുകിൽ നമ്മൾ ആനുവലി നമ്മൾ വാർഷികമായിട്ട് അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 7 ഇരട്ടി, അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ പ്രീമിയം പെയ്ഡ് അപ് ടു ഡേറ്റ് ഓഫ് ഡെത്ത്, അതായത് നമ്മുടെ ഒരു മരണം വരുന്ന ഡേറ്റ് വരെ നമ്മൾ അടച്ചിട്ടുള്ള ടോട്ടൽ പ്രീമിയത്തിന്റെ 105%, അല്ലെങ്കിൽ അബ്സല്യൂട്ട് എമൗണ്ട് അഷ്വർഡ് ടു ബി പെയ്ഡ് ഓൺ ഡെത്ത്. അപ്പൊ ഈ മൂന്നില് ഏതാണോ വലുത് അതാണ് നമുക്ക് ഇവിടെ കിട്ടുക. അതിൽ അബ്സല്യൂട്ട് എമൗണ്ട് അഷ്വേർഡ് അടിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇനി സിംഗിൾ പ്രീമിയത്തിനകത്താണ് നമുക്ക് ഡെത്ത് വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ സിംഗിൾ പ്രീമിയത്തിന്റെ 125%, അല്ലെങ്കിൽ അബ്സല്യൂട്ട് എമൗണ്ട് അഷ്വേർഡ് അതാണ് കിട്ടുക. അപ്പൊ ഇതിൽ ഏതാണോ വലുത് അതാണ് കിട്ടുക. ഇനി അബ്സല്യൂട്ട് എമൗണ്ട് അഷ്വേർഡ് ടു ബി പെയ്ഡ് ഓൺ ഡെത്ത് എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു തരാം. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്ഷൻ 1 and 2, അതായത് ലെവൽ സം അഷ്വേർഡും ഇൻക്രീസിങ് സം അഷ്വേർഡും. അപ്പൊ ലെവൽ സം അഷ്വേർഡിനകത്ത് എത്രയാണോ നമ്മൾ സം അഷ്വേർഡ് എടുക്കുന്നത് അത് തന്നെയാണ് അബ്സല്യൂട്ട് എമൗണ്ട് അഷ്വേർഡ് എന്ന് പറയുന്നത്. ഇനി ഇൻക്രീസിങ് സം അഷ്വേർഡിലേക്ക് വരുമ്പോൾ നമ്മുടെ സം അഷ്വേർഡ് വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് കൂടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 15 ഇയർ മുകളിലുള്ള ഒരു ടേം എടുക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ 5 വർഷം നമ്മുടെ ബേസിക് സം അഷ്വേർഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. 6ാമത്തെ വർഷം മുതൽ 10% വെച്ചിട്ട് ഇതിന് ഹൈക്ക് വന്നുകൊണ്ടിരിക്കും. 6ാമത്തെ വർഷം 10% കൂടും, 7ാമത്തെ വർഷം 10% കൂടും, അങ്ങനെ കൂടി 15 വർഷം എത്തുമ്പോൾ നമ്മുടെ സം അഷ്വേർഡ് എടുത്തിട്ടുള്ളതിന്റെ നേരെ ഡബിൾ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഏത് ഇയറിലാണോ നമ്മുടെ ഡെത്ത് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന അബ്സല്യൂട്ട് സം അഷ്വേർഡ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അബ്സല്യൂട്ട് എമൗണ്ട് അഷ്വേർഡ് ടു ബി പെയ്ഡ് ഓൺ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചില വർഷങ്ങളിലാകുമ്പോൾ അത് ആദ്യത്തെ 5 വർഷങ്ങളിലാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും, പിന്നീട് വരുന്ന വർഷങ്ങളിൽ ഇത് കൂടുതലായിരിക്കും. ഇത് ഇൻക്രീസിങ് സം അഷ്വേർഡ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ, അല്ലെങ്കിൽ വ്യത്യാസം വരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് രണ്ടിലും സിംഗിൾ പ്രീമിയത്തിലാണെങ്കിലും റെഗുലർ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയത്തിൽ കിട്ടുന്ന ഡെത്ത് ബെനിഫിറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു. ഇനി ഒരു ഉദാഹരണമാണ് ഇവിടെ കാണിച്ചിരിക്കുക. അതായത് ഇൻക്രീസിങ് സം അഷ്വേർഡ് എങ്ങനെ വരുന്നത് എന്നുള്ളത് ഒരു ചാർട്ടിൽ കാണിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ബേസിക് സം അഷ്വേർഡ് എടുത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. അപ്പോൾ പോളിസി ഇയർ ലെഫ്റ്റിൽ കൊടുത്തിട്ടുണ്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 20 ഇയർ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോളിസി ടേം നമുക്ക് 15ഉം 20ഉം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻക്രീസിങ് സം അഷ്വേർഡിനകത്ത് ആദ്യത്തെ 5 വർഷങ്ങളിൽ നമ്മുടെ കവറേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 കോടി തന്നെയാണ് 2 ടേമിലും കോൺസ്റ്റന്റ് ആണ്. 6ാമത്തെ വർഷം മുതൽ 10% വെച്ചിട്ട് ഇവിടെ കൂടും. അപ്പോൾ 1 കോടി എന്നുള്ളത് 1 കോടി പിന്നെ 10% കൂടി. അപ്പോൾ അത് 6ാമത്തെ വർഷം കൂടി, 7ാമത്തെ വർഷം വീണ്ടും 10% കൂടി, അങ്ങനെ കൂടി വന്ന് 15ാമത്തെ വർഷം വരുമ്പോൾ ഈ 1 കോടി എന്നുള്ളത് ഈ 2 കോടിയായിട്ട് ഇവിടെ മാറി. അപ്പൊ അതാണ് ഇതിന്റെ ഒരു വ്യത്യാസം ഇവിടെ കാണിച്ചിരിക്കുക. അപ്പോൾ ഓരോ 10% വെച്ച് നമുക്കിവിടെ ഹൈക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഇൻക്രീസിങ് ഓപ്ഷനിൽ മാത്രമാണ് ഉള്ളൂ. അപ്പൊ ആദ്യത്തെ 5 വർഷങ്ങളിൽ കോൺസ്റ്റന്റ് ആണ്. 6ാമത്തെ വർഷം മുതൽ നമ്മുടെ സം അഷ്വേർഡിന്റെ 10% വെച്ച് ഹൈക്ക് വരുന്നു. 15ാമത്തെ വർഷം എത്തുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 1 കോടി എന്നുള്ളത് നേരെ 2 കോടിയായിട്ട് ഇവിടെ മാറുന്നു. പിന്നീട് അത് കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അതാണ് റൈറ്റ് സൈഡിലുള്ള 20 ഇയർ ടേമിനകത്ത് 15 വർഷമായപ്പോൾ അത് 2 കോടിയായി, പിന്നെ 2 കോടി തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് തുടരാണ് ഇവിടെ ചെയ്യണം. ഇനി നമുക്ക് ഈ കിട്ടുന്ന ഡെത്ത് ബെനിഫിറ്റ് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എടുക്കാം. നമുക്ക് അത് ഒന്നിച്ചെടുക്കാതെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ബെനിഫിഷ്യറിക്ക് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ, നമ്മുടെ നോമിനിക്ക് അത് ഒന്നിച്ച് വേണ്ട, ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഡെത്ത് ബെനിഫിറ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ അതിനൊരു മിനിമം ക്രൈറ്റീരിയ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് 5 വർഷം, 10 വർഷം അല്ലെങ്കിൽ 15 വർഷമായിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് മേടിക്കാം. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്ത് മേടിക്കുമ്പോൾ നമ്മുടെ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് മിനിമം 5000 രൂപ വേണം. ക്വാർട്ടർലി ആണെങ്കിൽ 15000, ഹാഫ് ഇയർലി ആണെങ്കിൽ 25000, ഇയർലി ആണെങ്കിൽ 50000. ഈ മോഡിൽ ഇത്രയും മിനിമം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് എടുത്തിരിക്കുന്ന വ്യക്തി അത് എടുക്കുന്ന സമയത്ത് തന്നെ ഇത് ഓപ്റ്റ് ചെയ്താൽ മാത്രമാണ് ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടുള്ളൂ. ആ വ്യക്തിയുടെ മരണശേഷം നമുക്ക് ഒരിക്കലും ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല.
ഇനി ഹൈ സം അഷ്യൂർഡ് റിബേറ്റ് എത്രയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുക. അത് 2 ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. റെഗുലർ ലിമിറ്റഡ് പ്രീമിയത്തിന് ഒരു ചാർട്ടും സിംഗിൾ പ്രീമിയത്തിന് വേറെ ചാർട്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ ഇതിൽ ലെവൽ സം അഷ്യൂർഡിൻ്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുക, ഇൻക്രീസിങ്ങിൻ്റെ അല്ല. അതിൽ തന്നെ സിംഗിളും റെഗുലറും തമ്മിലുള്ള വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി. അതായത് 50 ലക്ഷം മുതൽ 1 കോടി വരെ നമുക്ക് 30 ഇയേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കിവിടെ ഒന്നും കിട്ടുന്നില്ല, ഹൈ സം അഷ്യൂർഡ് റിബേറ്റ് ഇല്ല. 1 കോടി മുതൽ 2 കോടി വരെയാണെങ്കിൽ റെഗുലർ പ്രീമിയം ഓപ്ഷനകത്ത് 18% നമുക്ക് ഹൈ സം അഷ്യൂർഡ് റിബേറ്റ് കിട്ടണം. 2 കോടി മുതൽ 5 കോടി വരെയാണെങ്കിൽ 33%, 5 കോടിയും അതിന് മുകളിലാണെങ്കിൽ 40%. അതാണ് റെഗുലർ ലിമിറ്റഡ് പ്രീമിയത്തിൽ നമുക്ക് കിട്ടുന്നത്. അത് 30 വയസ്സ് വരെയും 31 മുതൽ 45 വയസ്സ് വരെയും വ്യത്യാസമുണ്ട്. ഏജ് ഗ്രൂപ്പിനനുസരിച്ച് വ്യത്യാസമുണ്ട്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സം അഷ്യൂർഡിനനുസരിച്ചും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ സിംഗിൾ പ്രീമിയത്തിൻ്റെയും റിബേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊടുത്തിരിക്കുന്നത് ഇൻക്രീസിങ് സം അഷ്യൂർഡിനകത്തുള്ള വ്യത്യാസമാണ്. ഹൈ സം അഷ്യൂർഡ് റിബേറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതാണ് ഈ ഒരു സ്ലൈഡിനകത്ത് കൊടുത്തിരിക്കുക. അത് 30 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ റെഗുലർ ലിമിറ്റഡ് പ്രീമിയത്തിനകത്ത് 1 കോടി വരെ നമുക്ക് നില്ലാണ് ഇല്ല. 1 കോടി മുതൽ 2 കോടി വരെ ആണെങ്കിൽ 16, 2 മുതൽ 5 കോടി വരെ ആണെങ്കിൽ 29, 5 കോടി അതിന് മുകളിലാണെങ്കിൽ 36% നമുക്ക് മാക്സിമം കിട്ടുക. ലെവൽ സം അഷ്യൂർഡിനകത്താണെങ്കിൽ 40% കിട്ടും. ഇവിടെ 36 മാക്സിമം നമുക്ക് കിട്ടണുള്ളൂ. പിന്നെ റൈറ്റ് സൈഡ് സിംഗിൾ പ്രീമിയത്തിൻ്റെയും ഹൈ സം അഷ്യൂർഡ് റിബേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് ഇതിൻ്റെ ഒരു സറണ്ടർ വാല്യൂ ആണ്. ആക്ച്വലി നമുക്ക് ടേം പ്ലാനിനകത്ത് നമുക്ക് സറണ്ടർ വാല്യൂ കിട്ടാറില്ല. അപ്പോൾ റെഗുലർ പ്രീമിയത്തിനകത്ത് നമുക്ക് ഇവിടെ ഒന്നുമില്ല, റീഫണ്ട് ഒന്നും കിട്ടില്ല. ഇനി ലിമിറ്റഡ് സിംഗിൾ പ്രീമിയത്തിനകത്താണെങ്കിൽ അൺഎക്സ്പെയർഡ് പ്രീമിയം വരുന്ന എന്തെങ്കിലും അതിൻ്റെ പ്രീമിയം വാല്യൂ ഉണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് എന്തെങ്കിലും കുറച്ച് ബാക്കി കിട്ടും. അത് സറണ്ടർ വാല്യൂ നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല, ചെറിയൊരു എമൗണ്ട് ആണ് അത് വരുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് പ്രീമിയത്തിനകത്തും സിംഗിൾ പ്രീമിയത്തിനകത്തും എന്തെങ്കിലും എമൗണ്ട് ഓഫ് അൺഎക്സ്പെയർഡ് റിസ്ക് പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രം അത് ചെറിയൊരു എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് കിട്ടും. അതൊരു സറണ്ടർ വാല്യൂ എന്ന് മുഴുവൻ നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയൊരു റീഫണ്ട് എന്നുള്ള രീതിയിൽ അത് കിട്ടും. റെഗുലർ പ്രീമിയം ആണ് എടുക്കണമെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല. ലിമിറ്റഡിലും സിംഗിളിലും മാത്രമാണ് ചെറിയൊരു എമൗണ്ട് ആണ് അത് വരുള്ളൂ. മറ്റ് പോളിസികളുടെ പോലെ വലിയൊരു എമൗണ്ട് അത് സറണ്ടർ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ ഈ പ്ലാനിനകത്ത് നമുക്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ അല്ല. പിന്നെ ഗ്രേസ് പീരീഡ് സാധാരണ പോളിസികൾക്ക് ഉള്ളത് പോലെ തന്നെ 30 ദിവസം അൺപെയ്ഡ്, ഫസ്റ്റ് നമ്മൾ പ്രീമിയം ഡ്യൂ ഡേറ്റിൻ്റെ അവിടുന്ന് 30 ദിവസം വരെ നമുക്ക് ഗ്രേസ് പീരീഡ് കിട്ടുന്നത് അടയ്ക്കാനായിട്ട്. പിന്നെ നമുക്ക് റിവൈവൽ ഇതിനകത്ത് അലൗഡ് ആണ്. അതായത് നമ്മുടെ ഫസ്റ്റ് അൺപെയ്ഡ് പ്രീമിയം മുതൽ 5 വർഷം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 വർഷത്തിനുള്ളിലാണെങ്കിൽ നമുക്കിത് വീണ്ടും പുതുക്കിയെടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഉദാഹരണം, പ്രീമിയത്തിൻ്റെ ഒരു പ്രീമിയം ചാർട്ടിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇത് ഓപ്ഷൻ 1 ആണ്, അതായത് ലെവൽ സം അഷ്യൂർഡിൻ്റെ പ്രീമിയം റേറ്റ്സ് ആണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബേസിക് സം അഷ്യൂർഡ് എടുത്തിരിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. ഇത് നോൺ സ്മോക്കർ ആയിട്ടുള്ള ഒരു മെയിലിനെയാണ് ഇവിടെ എടുത്തിരിക്കുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഏജ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്, 20, 30, 40 എന്നുള്ള ഏജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പോളിസി ടൈം സെലക്ട് ചെയ്യുന്നതിന് 20 തന്നെയാണ് എല്ലായിടത്തും. അപ്പോൾ 20 വയസ്സുള്ള ഒരു വ്യക്തി 20 വർഷത്തെ ടേമിൽ 50 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുക്കുമ്പോൾ റെഗുലറായിട്ട് ആ വ്യക്തി അടയ്ക്കേണ്ടത് 4550 രൂപയാണ്. ഇനി 15 ഇയർ ലിമിറ്റഡ് പ്രീമിയം എടുക്കുമ്പോൾ ആ വ്യക്തി അടയ്ക്കേണ്ടത് 5250 ആണ് ആനുവലി അടയ്ക്കേണ്ടത്. ഇനി 10 വർഷത്തെ ലിമിറ്റഡ് പ്രീമിയം എടുക്കുമ്പോൾ 6600, സിംഗിൾ പ്രീമിയം ആയിട്ട് എടുക്കുമ്പോൾ 44350 രൂപയാണ് ഇവിടെ അടയ്ക്കേണ്ടത്. ഇത് GST ഇല്ലാത്ത എമൗണ്ട് ആണ്. ഇതിൻ്റെ കൂടെ GST കൂടെ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരും. ഇനി 30 വർഷം സെലക്ട് ചെയ്യുമ്പോൾ 40 വർഷം സെലക്ട് ചെയ്യുമ്പോൾ പ്രീമിയം റേറ്റ്സ് ആ ചാർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇവിടെ കൊടുത്തിരിക്കുക. ഇനി അടുത്തത് ഓപ്ഷൻ 2-നകത്ത് വരുന്ന പ്രീമിയം റേറ്റ്സ് ആണ്. ഇത് സെയിം തന്നെയാണ് എടുത്തിരിക്കുന്നത്, 50 ലാക്ക് നോൺ സ്മോക്കർ മെയിൽ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുക. പക്ഷെ ഇവിടെ വ്യത്യാസം എന്നുള്ളത് നമ്മുടെ സം അഷ്യൂർഡ് കൂടി വരുന്നതുകൊണ്ട് തന്നെ പ്രീമിയത്തിനും ചെറിയൊരു ഹൈക്ക് ഇവിടെ വരുന്നുണ്ട്. 20 വയസ്സുള്ള വ്യക്തി 20 വർഷത്തെ ടേം സെലക്ട് ചെയ്യുമ്പോൾ റെഗുലർ അടയ്ക്കേണ്ട പ്രീമിയം എന്നുള്ളത് 5850 ആണ്. 15 ഇയറിൽ ലിമിറ്റഡ് പീരീഡിൽ അടയ്ക്കേണ്ടത് 6750, 10 ഇയർ ലിമിറ്റഡ് പീരീഡിൽ അടയ്ക്കേണ്ടത് 8550, സിംഗിൾ പ്രീമിയം ആയിട്ടാണെങ്കിൽ 58400 രൂപ. അതുപോലെ 30 വയസ്സുള്ള വ്യക്തി അടയ്ക്കേണ്ടതും 40 വയസ്സുള്ള വ്യക്തി അടയ്ക്കേണ്ടതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് തന്നെ റിസ്ക് കൂടി വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീമിയം കൂടുതലായിട്ട് വരും. ചെറിയ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ പൈസ കുറവാണ്, ഏജ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ പ്രീമിയം കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തേക്കാണ്. അപ്പം മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് നമ്മുടെ ഒരു ഡെത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഫിനാൻഷ്യൽ ലോസ് ഫാമിലിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടേം പ്ലാനിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എല്ലാ ലയബിലിറ്റീസും ഇത് കവർ ചെയ്യും.
അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് കടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ലോൺ നമ്മൾ എടുത്തിട്ടുണ്ടാവാം. അത് ഹൗസിംഗ് ലോൺ ആവാം, അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങളുടെ ലോൺ ആവാം, എന്തെങ്കിലും തരത്തിലുള്ള ലോണുകൾ നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പണയം വെച്ചിട്ടുണ്ടാവും, നമുക്ക് കുറികൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ലയബിലിറ്റീസ് ആണ്. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു വരുമാനം നിലച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിക്ക് അത് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു പോളിസി നമ്മുടെ പേരിലുണ്ടെങ്കിൽ ഈ എമൗണ്ട് ആ ഫാമിലിക്ക് കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതുപോലെയുള്ള ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ഫാമിലിനെ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ പറയുന്നത് ഏറ്റവും ലോ പ്രീമിയം റേറ്റ്സ് ആണ്. നമുക്ക് മറ്റ് കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും വളരെ നിസ്സാരമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രീമിയം റേറ്റ്സ് ആണ് ഈ പോളിസികളിൽ LICക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്മോക്കേഴ്സിനും നോൺ സ്മോക്കേഴ്സിനും ഡിഫറൻഷ്യൽ ആയിട്ടുള്ള റേറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഹൈ സം അഷ്വർഡ് റിബേറ്റ് 40% വരെയും ഹൈ സം അഷ്വർഡ് റിബേറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡെത്ത് ബെനിഫിറ്റ് എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. നമുക്കൊരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ അത് ആക്സിഡന്റ് ഡെത്ത് ആവണമെന്നില്ല, നോർമൽ ഡെത്ത് ആണെങ്കിൽ നമുക്കിത് കിട്ടും. എടുത്ത ഡേറ്റ് മുതൽ നമുക്കിതിന്റെ കവറേജ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഡെത്ത് ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ ലെവൽ സം അഷ്വർഡിലാണെങ്കിൽ എടുത്തിട്ടുള്ള കവറേജ് ആയിരിക്കും. ഇൻക്രീസിങ് സം അഷ്വർഡിലാണെങ്കിൽ 15 ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡബിൾ ആയിട്ടുള്ള കവറേജ് കിട്ടും. അപ്പോൾ ഈ എടുത്ത ടേമിനുള്ളിൽ നമുക്കൊരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് കിട്ടുന്നതാണ്. പിന്നെ ഇതിന്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രീമിയം ടേംസും ഇതിനകത്ത് ഉണ്ട്. ഇനി അടുത്തൊരു സ്ലൈഡിനകത്ത് കാണിക്കുന്നത് ഒരു കമ്പാരിസൺ ആണ്. മറ്റ് കമ്പനികളുടെ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ റേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുക. 25 വയസ്സുള്ള ഒരു വ്യക്തി 50 ലക്ഷം സം അഷ്വർഡ് എടുക്കുമ്പോൾ 30 വർഷം റെഗുലർ ആയിട്ട് പ്രീമിയം അടച്ചു പോകുന്ന ഒരു ഫീമെയിലിന്റെ റേറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇത് GST ഇല്ലാത്ത റേറ്റ് ആണ്. അപ്പോൾ LICക്ക് വരുന്നത് വെറും 5450 രൂപയാണ് ഇയർലി പ്രീമിയം വരുന്നുള്ളൂ. 50 ലക്ഷത്തിന് 25 വയസ്സുള്ള ഒരു സ്ത്രീക്കുള്ള പ്രീമിയമാണ് ഇവിടെ കാണിച്ചിരിക്കുക. ഇത് നമ്മൾ HDFC ലൈഫിന്റെ കാണിച്ചിട്ടുണ്ട്, SBI ലൈഫിന്റെ ഉണ്ട്, ടാറ്റ AIGD ഉണ്ട്, ബജാജ് അലയൻസ്, മാക്സ് ലൈഫ്, ICIC പ്രൊഡൻഷ്യൽ. അപ്പൊ ഇവരൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്ഥാപനമാണ് LIC നമുക്കറിയാം. അപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള പ്രീമിയത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോളിസി എടുത്തിടാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു ടേം ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ എടുത്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പോളിസി ഇഷ്യൂ ചെയ്യാനുള്ള നമ്പർ ആവുള്ളൂ. അപ്പോൾ മെഡിക്കൽ വരുന്നുള്ള കാര്യത്തിൽ കാര്യം നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സം അഷ്വർഡിനനുസരിച്ച് കൂടുതൽ സം അഷ്വർഡ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ടെസ്റ്റുകളും കൂടുതലായിട്ട് വരും. പക്ഷേ LIC വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് ഈ ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പോളിസി എടുക്കുന്നത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്യാം. മെഡിക്കൽ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് ഈ പോളിസി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു പോളിസി എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അൺഫോർച്യൂനേറ്റ് ആയിട്ടുള്ള ഒരു ഡെത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫാമിലിക്ക് അതൊരു വലിയ സഹായം തന്നെയായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോണും മറ്റു കാര്യങ്ങളൊക്കെ അടയ്ക്കാനായിട്ട് നിങ്ങളത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം പെട്ടെന്ന് ഒരു വ്യക്തിയുടെ അഭാവം വരുമ്പോൾ ആ ഒരു ഇൻകം അവിടെ നിലയ്ക്കുകയാണ്. അപ്പോൾ അവർക്ക് വീണ്ടും അത് ഓവർകം ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുവരെ നിങ്ങളുടെ ഫാമിലിയുടെ ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഈ ഒരു പോളിസി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അത് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള നിർദ്ദേശങ്ങളും സഹായങ്ങളും ഞാൻ ചെയ്തു തരുന്നതാണ്. അതുപോലെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു പോളിസി ഇങ്ങനെ എടുത്തിടണം തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ അതിന് വേണ്ട ഹെൽപ്പ് ഞാൻ ചെയ്തു തരുന്നതാണ്. അതുപോലെ അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല പ്ലാനുകൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.